മത്തങ്ങയും കുമ്പളങ്ങയും കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു രസകാളനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും ഒരേ അളവിലെടുത്തിട്ടുണ്ട്. ഓരോ കപ്പ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു കൽച്ചട്ടിയിലിട്ട് അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുണ്ട്. 2 പച്ചമുളക്, മുളക് ചതച്ചത് 1 ടീസ്പൂൺ, ആവശ്യമുള്ള ഉപ്പ്, ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, ശർക്കര പൊടി 1 ടീസ്പൂൺ, പിന്നെ നമ്മൾ വെള്ളത്തിന് പകരം ഉപയോഗിക്കുന്ന തൈരാണ്. കുറച്ച് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് തൈരും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊരു നല്ല പരുവത്തിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് വെള്ളത്തിന് പകരം തൈരാണ് എടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം നല്ല മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഒന്നുടച്ചു കൊടുക്കാം നമുക്കിത്. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. തൈര് ഒഴിച്ച് കൊടുത്ത് തൈരൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. സാധാരണ പുളിശ്ശേരിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിനകത്ത് ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമുക്കിത് കിട്ടുന്നത്. ഗുരുവായൂർ അന്നദാനത്തിനൊക്കെ പോകുന്നവർക്കറിയാമല്ലേ, ഇത് നമുക്കിവിടെ കിട്ടാറില്ല. അതുകൊണ്ട് ഗുരുവായൂർ രസകാളൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും, തിളയ്ക്കണ്ട. നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണിത്. അപ്പോൾ അതിലേക്ക് നമുക്കിനി 2 കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം പതഞ്ഞ് വന്നാൽ മതിയാവും. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചിരും വാങ്ങി വയ്ക്കാം. ഇനി നമുക്കതിലേക്കൊരു കടുക് വറുത്ത് ചേർക്കാം. നെയ്യ് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് സാധാരണ കടുക് വറുക്കുന്ന കടുക്, മുളക്, കരിവേപ്പില, ഒരല്പം ഉലുവ, 1/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് ചേർക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണിത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രസകാളൻ ഇതുപോലെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പം നമുക്ക് അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.